വള്ളം മറിഞ്ഞു മരിച്ച പുത്തൻതുരുത്ത് സ്വദേശിനി സന്ധ്യയുടെ കുടുംബത്തിന് ഭൂമി കണ്ടെത്തി വീട് വെച്ച് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP. പൈപ്പ് ലൈൻ തകർന്നതിനു ശേഷം ചവറ പാലത്തിന് സമീപം കൊല്ലത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കാനോ ജലവിതരണം ഉറപ്പാക്കാനോ വാട്ടർ അതോറിറ്റിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കുടുംബത്തിന് 3 സെന്റ് വസ്തു വാങ്ങി വാസയോഗ്യമായ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എല്ലാവരുടെയും സഹായത്തോടെ സഹകരണത്തോടു കൂടി ഈ തുരുത്ത് പ്രദേശത്ത് തന്നെ 3 സെന്റ് വസ്തു ലഭ്യമാക്കി അവർക്ക് വാസയോഗ്യമായ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അതിൽ നേതൃപരമായ പങ്കുവഹിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചവറ പാലത്തിന് സമീപം കൊല്ലത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ തകർന്ന ദിവസങ്ങളായിട്ടും പൈപ്പ് ലൈൻ പൂർവ്വസ്ഥിതിയിൽ സ്ഥാപിക്കാനോ ജലവിതരണം പുനഃസ്ഥാപിക്കാനോ വാട്ടർ അതോറിറ്റിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. പുത്തൻതുരുത്തിൽ കുടിവെള്ളം എത്തിക്കാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്താനും സർക്കാർ പരാജയപ്പെട്ടതായി NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. 9 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത നടപടി പ്രതിഷേധാർഹമാണ് എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പുനഃസ്ഥാപിക്കാൻ കേരള ജല അതോറിറ്റിയും ഗവൺമെന്റും തയ്യാറാകണം. അതുപോലെ തന്നെ ഈ ശുദ്ധജലക്ഷാമത്തിന് കാരണമായിട്ടുള്ള ഞാങ്കടവ് കുടിവെള്ള പദ്ധതി ഏതാണ്ട് 10 വർഷം പിന്നിട്ടിരിക്കുന്നു. ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇനിയും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബദൽ സംവിധാനം എത്രയും വേഗം ഏർപ്പെടുത്തണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ തകരാറിലായ പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.